ഫോമോട്ടിൻ്റെ ഇരുണ്ട കാലത്തെ അയാൾ അതിജീവിച്ചിരിക്കുന്നു. തീക്കനൽ വിതറിയ വഴിവീഥികൾ അയാൾ പിന്നിട്ടിരിക്കുന്നു. തനിക്ക് പോലും അവജ്ഞ തോന്നിയ ആ പഴയ ഭൂതകാലത്തിലെ നശിച്ച ദിനരാത്രങ്ങൾ മാറി പുതിയ പ്രതീക്ഷകളിലേക്ക് അയാൾ ചുവടുവെക്കുകയാണ്. ചുറ്റുനിന്നും കല്ലെറിഞ്ഞവർ ഇന്നയാളുടെ വിജയങ്ങളെ പതിയെ നെഞ്ചിലേറ്റാൻ തുടങ്ങിയിരിക്കുന്നു. വിമർശനങ്ങളുടെ കൂരമ്പുകൾക്ക് പകരം വിജയവാഴ്ത്തുകൾ പാടാൻ തുടങ്ങിയിരിക്കുന്നു. അതെ, ഒരൊറ്റ ഇന്നിങ്സ് കൊണ്ട് സഞ്ജു വി സാംസൺ ഒരു ഇതിഹാസമാവുകയാണ്. പ്രതിഭയുണ്ടായിട്ടും നിരവധി തവണ തനിക്ക് അർഹിച്ച അംഗീകാരം ലഭിക്കാതെ വരിക. ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ ഒരു വർഷം 3 സെഞ്ചുറികൾ അടിച്ചവൻ. സെൽഫ്ലെസ് ആറ്റിറ്റ്യൂഡിൻ്റെ പര്യായം. മികവിൻ്റെ പരകോടി നിൽക്കുമ്പോൾ തനിക്ക് പകരം ആ സ്ഥാനത്ത് മറ്റൊരാളെ പട്ടാഭിഷേകം ചെയ്തപ്പോഴും തനിക്ക് കിട്ടിയ പുതിയ റോൾ റെസ്പോൺസിബിളായിട്ട് ഏറ്റെടുക്കുമ്പോൾ യാതൊരു പരാതിയും അയാൾക്കില്ലായിരുന്നു. ഉള്ളിൽ നീറിയെരിയുമ്പോഴും അയാൾ സന്തോഷത്തോടെ തൻ്റെ ഗ്ലൗസ് എടുത്തു. ടീമിനു വേണ്ടി തനിക്കാവുന്നതെല്ലാം നൽകി. തൻ്റെ ടീമിനു വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറായിട്ടും ഒരു സീരീസ് ഫോമോട്ട് പറഞ്ഞ് മാറ്റി നിർത്തിയപ്പോഴും അയാൾ കരഞ്ഞില്ല. എല്ലാം കഴിഞ്ഞൊടുവിൽ ബെഞ്ചിലെ ഒരു സ്ഥിരം സാന്നിധ്യമായി മാറിയപ്പോൾ തനിക്ക് പകരം യാതൊരു യോഗ്യതയുമില്ലാത്ത ആൾ ആ സ്ഥാനത്ത് വന്നിരുന്നപ്പോഴും തനിക്ക് കിട്ടിയ വേഷങ്ങൾ യാതൊരു പരാതിയുമില്ലാതെ അയാൾ ആടിത്തീർത്തു. ഒടുവിലൊരു കച്ചിത്തുരുമ്പ് കിട്ടി അവസരം മുതലാക്കി ടീമിലെത്തിയപ്പോഴേക്കും അയാൾക്ക് എന്തൊക്കെയോ നഷ്ടമായിരുന്നു. അയാൾക്ക് ബാറ്റ് എടുക്കാനുള്ള ആത്മവിശ്വാസം പോലും എവിടെയോ പോയി മറിഞ്ഞിരുന്നു. അത് കലാശിച്ചത് ന്യൂസിലാൻഡ് സീരീസിലെ സമ്പൂർണ്ണ പരാജയത്തിലേക്കും. എങ്കിലും അവശേഷിച്ച ഒരു ഭാഗ്യമെന്നോണം വേൾഡ് കപ്പ് ടീമിനെ നേരത്തെ പ്രഖ്യാപിച്ചത് മൂലം 11-ൽ ഇടം നേടി. ഇടയ്ക്കൊരവസരം കിട്ടി. ഫോമിൻ്റെ ഒരു മിന്നലാട്ടം നമുക്കവിടെ കണ്ടു. രണ്ടാം ഊഴത്തിൽ ദ്രൗപദിക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും ബലികൊടുത്ത് സൗഗന്ധികം പറിക്കാൻ പോയിട്ടും അർഹിച്ചൊരു പരിഗണന ലഭിക്കാതെ പോയ ഭീമസേനെ പോലെ അയാൾ ആ ബെഞ്ചിൽ തൻ്റെ ടീമിനായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ കിട്ടിയ ഒരവസരങ്ങൾ പോലും ടീമിൽ കടിച്ചു തൂങ്ങാൻ അയാൾ വിനിയോഗിച്ചില്ല. അയാൾ തൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റാനായി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. വിൻഡീസിൻ്റെ റൺമലയിൽ ഇന്ത്യ തകർന്നുകൊണ്ടിരിക്കുന്ന ദിവസം ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പിനെ അക്ഷരാർത്ഥത്തിൽ അവർ തകർത്തു തരിപ്പണമാക്കി. കൂടെയുള്ളവർ ഓരോരുത്തരായി കൂടാരം കയറിയപ്പോഴും മനോഹരമായ ഷോട്ടുകളിലൂടെ തനിക്ക് നേരെ വന്ന പന്തുകളെല്ലാം അയാൾ അതിർത്തി കടത്തിക്കൊണ്ടേയിരുന്നു. വിൻഡീസിൻ്റെ തീച്ചൂളയിൽ കരിഞ്ഞില്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയെ രക്ഷിക്കാൻ അയാൾ ഒരു കൊടുങ്കാറ്റായി മാറി. ടീമിനു വേണ്ടി എന്തും ചെയ്യുന്നവൻ. മോസ്റ്റ് നീഡഡ് ടൈമിൽ ടീമിനു വേണ്ടി അയാൾ വിശ്വരൂപം കാട്ടി. ലോകം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത, കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു വിജയകഥ. അതെ, അയാൾ ഇതിഹാസങ്ങളുടെ പട്ടികയിലേക്ക് പതുക്കെ നടന്നു കയറി. സെഞ്ചുറിയേക്കാൾ മികച്ച ഒരു 97 റൺസ്. പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് കൂപ്പൂത്തിക്കൊണ്ടിരുന്ന ഒരു രാജ്യത്തെ കൈപിടിച്ചുയർത്തി വിജയതീരെ തണയിച്ച ഒരു യോദ്ധാവിൻ്റെ തിരിച്ചുവരവിൻ്റെ പട്ടാഭിഷേകം.